സെർച്ചിങ് ഇൻ ലിങ്ക്ഡ് ലിസ്റ്റ്. നമ്മൾ അറേയുടെ അകത്ത് ലീനിയർ സെർച്ച് ചെയ്തതാണ്, അതേ സെർച്ചിങ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് ചെയ്യാണ്. അപ്പോൾ നമുക്കൊരു ലിങ്ക്ഡ് ലിസ്റ്റ് വേണം, കൂടെ നമുക്ക് സെർച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഐറ്റവും വേണം. അപ്പോൾ അറേ സെർച്ചിങ്ങും ലിങ്ക്ഡ് ലിസ്റ്റ് സെർച്ചിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഏത് അറേയിലാണെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റ് ആണെങ്കിലും സെർച്ചിൻ്റെ ഔട്ട്പുട്ട് വേണ്ടത് നമ്മൾ സെർച്ച് സക്സസ്ഫുൾ ആണോ അല്ലയോ എന്ന് പറയണം. അതായത് സെർച്ച് സക്സസ്ഫുൾ ആണെങ്കിൽ സക്സസ്ഫുൾ സെർച്ച് എന്ന് പറയേണ്ട കാര്യമില്ല, എലമെന്റ് ഫൗണ്ട് അറ്റ് പൊസിഷൻ എന്ന് പറയേണ്ടതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. അൺസക്സസ്ഫുൾ സെർച്ച് ആണെങ്കിൽ എലമെന്റ് നോട്ട് ഫൗണ്ട് എന്നായിരിക്കും ഔട്ട്പുട്ട് വേണ്ടത്. അപ്പോൾ അറേ ആയിരിക്കുമ്പോൾ നമുക്ക് ഫൗണ്ട് അറ്റ് പൊസിഷൻ എന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം പൊസിഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അറേയിൽ ഈസിയാണ്. കാരണം എന്താണ്, നമുക്ക് അറേയിൽ ഓരോ എലമെന്റിനും ഒരു ഇൻഡെക്സ് ഉണ്ട്. അപ്പോൾ ഫൗണ്ട് ഏതെങ്കിലും എലമെന്റ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ അതിന്റെ ഇൻഡെക്സ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. അതേസമയം ലിങ്ക്ഡ് ലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഇല്ല. നമ്മളിങ്ങനെ ലിങ്ക് പോയിന്റർ വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്, നമ്മളതിന് ഓർഡറിൽ ഇങ്ങനെ ട്രാവേഴ്സ് ചെയ്ത് പോകണം. എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു ഐറ്റം ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ ഐറ്റം ഫൗണ്ട് എന്ന് പറയാൻ എളുപ്പമാണ്. അതേസമയം നമുക്ക് അതിന്റെ പൊസിഷനും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണലി ഒരു വേരിയബിൾ എടുത്തിട്ട് അതിനെ ഇങ്ങനെ കൗണ്ട് ചെയ്ത് പൊസിഷൻ വാല്യൂ കൗണ്ട് ചെയ്ത് പോയിട്ട് നമ്മുടെ എലമെന്റ് ഫൈൻഡ് ചെയ്യുന്ന സമയത്തുള്ള പൊസിഷൻ റിട്ടേൺ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ഡിഫറൻസ് മാത്രമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ആൾക്കുറത്ത നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ക്രിയേഷനും ട്രാവേഴ്സലും ഒക്കെ നേരത്തെ പറഞ്ഞതാണ്. ആ ട്രാവേഴ്സൽ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ആകെ ഒരു അഡീഷണൽ സംഭവം വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൊസിഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വേരിയബിളും കൂടെ എടുക്കണം. അപ്പോൾ നമ്മുടെ ഇൻപുട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ലിങ്ക്ഡ് ലിസ്റ്റും ഐറ്റം ടു സെർച്ചും ഉണ്ട്. ലിങ്ക്ഡ് ലിസ്റ്റ് ഇൻപുട്ടായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ സ്റ്റാർട്ട് പോയിന്ററാണ് നമ്മൾ ഇൻപുട്ടായിട്ട് എടുക്കുന്നത്. ആദ്യം തന്നെ കറന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ എടുത്തു. നമ്മൾ ട്രാവേഴ്സ് ചെയ്തപ്പോൾ എടുത്ത പോലെ തന്നെ നമ്മൾ ഓരോ നോഡിനകത്ത് കൂടെയും പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കറന്റ് എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റർ എടുക്കുകയാണ്. ആ പോയിന്റർ ആദ്യം നമ്മൾ സ്റ്റാർട്ടായിട്ട് സെറ്റ് ചെയ്തു. അതായത് കറന്റ് ഇസ് പോയിന്റിങ് ടു ദി സ്റ്റാർട്ട് നോഡ്. ദെൻ പൊസിഷനെ 0 വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ഈ POS എന്ന് പറഞ്ഞ വേരിയബിളാണ് നമ്മളിതിൻ്റെ പൊസിഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി നമ്മൾ ട്രാവേഴ്സ് ചെയ്യാണ്. ട്രാവേഴ്സ് ചെയ്യേണ്ടത് കറന്റ് നോട്ട് ഈക്വൽ ടു നള്ളാണെങ്കിൽ നമ്മൾ അതിനെ ട്രാവേഴ്സ് ചെയ്യണം. അതായത് കറന്റ് ഈക്വൽ ടു നള്ളാവുമ്പോൾ ട്രാവേഴ്സൽ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് വൈൽ കറന്റ് നോട്ട് ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞിട്ട് ഒരു ലൂപ്പ് എഴുതി. അതിനകത്ത് ആദ്യം തന്നെ ചെയ്യേണ്ടത് പൊസിഷനെ ഇൻക്രിമെന്റ് ചെയ്തു 1 ആക്കി. ഇത് ആദ്യം തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് എഴുതണമെന്നില്ല, വേണമെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് പൊസിഷൻ ഈക്വൽ ടു 1 എന്ന് കൊടുത്തിട്ട് ഈ ഇൻക്രിമെന്റ് ലൂപ്പിന്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്താലും മതി. അപ്പോൾ ലൂപ്പിനകത്ത് കയറി പൊസിഷൻ 1 ആക്കി. അതിനുശേഷം ചെയ്യേണ്ടത് നമ്മുടെ ഇപ്പം ഇരിക്കുന്ന നോഡിൽ, ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, അതുകൊണ്ട് സ്റ്റാർട്ട് നോഡിലെ ഡേറ്റ ഈക്വൽ ടു നമ്മുടെ സെർച്ച് ഐറ്റം ആണോ നോക്കണം. ആണെങ്കിൽ ആ പൊസിഷൻ റിട്ടേൺ ചെയ്യുക. അതായത് ഇതൊരു ഫംഗ്ഷൻ ആയിട്ടാണ് നിങ്ങൾ എഴുതണമെന്നുണ്ടെങ്കിൽ ഈ പൊസിഷനെ റിട്ടേൺ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ ആ പൊസിഷനെ അങ്ങോട്ട് ഡിസ്പ്ലേ ചെയ്താൽ മതി. ഇനി ഡേറ്റ ഓഫ് കറന്റ് ഈക്വൽ ടു ഐറ്റം അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കറന്റിനെ അപ്ഡേറ്റ് ചെയ്യണം. അതിന് കറന്റിനെ നെക്സ്റ്റ് നോഡിലേക്ക് പോയിന്റ് ചെയ്യിക്കണം. അപ്പോൾ ഇവിടെ ഐറ്റം ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പൊസിഷൻ റിട്ടേൺ ചെയ്തു. ഇല്ലെങ്കിൽ നമ്മൾ താഴെ വന്നു കറന്റിനെ നെക്സ്റ്റ് ഓഫ് കറന്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു. കറന്റ് ഇപ്പോൾ സ്റ്റാർട്ട് നോഡിലാണ്. നെക്സ്റ്റ് ഓഫ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ സെക്കൻഡ് നോഡാണ് നെക്സ്റ്റ് ഓഫ് കറന്റ് എന്ന് പറഞ്ഞാൽ അതാണ് ഇനി മുതൽ നമ്മുടെ കറന്റ്. ഇനി നമ്മളിതിനെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എവിടെയെങ്കിലും വെച്ചിട്ട് ഐറ്റം ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ ചെയ്യും. ഇനി ഐറ്റം ഒന്നും ഫൈൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് കറന്റ് ഈക്വൽ ടു നള്ളാവുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും, താഴെ വരും. താഴെ വന്നു കഴിയുമ്പോൾ 0 എന്ന് റിട്ടേൺ ചെയ്യണം. അതായത് ഐറ്റം ഫൈൻഡ് ചെയ്തില്ലെങ്കിൽ 0 എന്ന് പറഞ്ഞൊരു പൊസിഷനാണ് റിട്ടേൺ ചെയ്യുന്നത്. ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ ഐറ്റം എവിടെയാണോ ഫൈൻഡ് ചെയ്തത് ആ പൊസിഷനാണ് റിട്ടേൺ ചെയ്യുന്നത്. നമ്മൾ അറേ ചെയ്ത സമയത്ത് ഇവിടെ -1 എന്നായിരുന്നു റിട്ടേൺ ചെയ്തത്. കാരണം നമ്മൾ അറേയുടെ ഇൻഡെക്സ് ആയിരുന്നു ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ അറേ ഇൻഡെക്സ് 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ -1 എന്ന് കൊടുത്തു. ഇവിടെ നമ്മൾ 1 മുതലാണ് പൊസിഷൻ കൗണ്ട് ചെയ്തതെന്നുള്ളതുകൊണ്ട് ആ റേഞ്ചിൽ വരാത്തൊരു വാല്യൂ റിട്ടേൺ ചെയ്തു. ഇനി ഇതിൻ്റെ C പ്രോഗ്രാം എഴുതാം. അപ്പോൾ ഇനിയുള്ള ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ എല്ലാ പ്രോഗ്രാമിനകത്തും നമുക്ക് ആദ്യം ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യൊക്കെ വേണ്ടി. അപ്പോൾ ആ ക്രിയേഷൻ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് ഇവിടെ ഞാൻ അതൊന്നും പറയണില്ല. സ്ട്രക്റ്റ് നോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു നോഡ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഡേറ്റ ഉണ്ട്, ഡേറ്റ ഇൻറ്റിജറാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റർ ഉണ്ട്. ദെൻ അതിൻ്റെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ പോയിന്റർ ആദ്യം തന്നെ നള്ളാക്കി വെച്ചു. ഇനി ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ നോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനെ ട്രാവേഴ്സ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കറന്റ് എന്നൊരു പോയിന്റും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്.
പിന്നെ POS എന്ന് പറഞ്ഞ വേരിയബിൾ ഇൻറ്റിജർ വേരിയബിളാണ്. അത് നമ്മുടെ പൊസിഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് സെർച്ച് ചെയ്യേണ്ട ഐറ്റമാണ്. ഐറ്റം ദെൻ സെർച്ച് ചെയ്യുമ്പോൾ ഫൈൻഡ് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലാഗും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഫ്ലാഗ് ആദ്യം 0 ആക്കി വെച്ചു. ഇനി ഇവിടെ വേരിയബിൾസ് ഉണ്ടാവും. നിങ്ങൾ ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ നമ്പർ ഓഫ് നോട്ട്സ് റീഡ് ചെയ്തിട്ടാവാം ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ അതിനൊക്കെ ഉള്ള ലൂപ്പ് വേരിയബിളോ നമ്പർ ഓഫ് നോട്ട്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതൊക്കെ ഇവിടെ ഡിക്ലെയർ ചെയ്യുക. ആദ്യം ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. വേണമെങ്കിൽ ആ ലിങ്ക്ഡ് ലിസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ സെർച്ച് ചെയ്യാൻ പോവാണ്. സെർച്ച് ചെയ്യാൻ ആദ്യം തന്നെ സെർച്ച് ചെയ്യേണ്ട ഡേറ്റ എന്താണെന്ന് വെച്ചാൽ അത് റീഡ് ചെയ്യുക. ഐറ്റം എന്ന് പറഞ്ഞ വേരിയബിളിനകത്തേക്ക് അത് റീഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇനി ലിങ്ക്ഡ് ലിസ്റ്റിനെ ട്രാവേഴ്സ് ചെയ്യാണ്. ഇതൊന്നും ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതാണെന്നുള്ളതുകൊണ്ടാണ്. നമ്മുടെ അൽഗോരിതത്തിന് അതേപോലെ പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്തത്. കറന്റിനെ സ്റ്റാർട്ട് വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്തു, പൊസിഷനെ 1 വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ദെൻ റിപ്പീറ്റ് ചെയ്യേണ്ട കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറന്റ് നോട്ട് ഈക്വൽ ടു നള്ളാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യണം. അത് കറന്റ് ഈക്വൽ ടു നള്ളാവുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. ദെൻ കറന്റിന്റെ അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറന്റ് ഓരോ തവണ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴും കറന്റിനെ നെക്സ്റ്റ് ഓഫ് കറന്റ് ആയിട്ട്, അതായത് കറന്റിന്റെ ഇപ്പോഴത്തെ കറന്റ് നോഡിന്റെ നെക്സ്റ്റ് എന്താണോ അത് വെച്ചിട്ട് കറന്റിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പൊസിഷനും ഇൻക്രിമെന്റ് ചെയ്യണം. പൊസിഷൻ 1 വെച്ചിട്ട് ഇൻക്രിമെന്റ് ചെയ്യണം. ഇനി ലൂപ്പിനകത്ത് നോക്കുക, കറന്റ് നോഡിലെ ഡേറ്റ ഈക്വൽ ടു ഐറ്റം ആണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ഇവിടെ നമുക്ക് ആ പൊസിഷൻ പ്രിന്റ് ചെയ്യണം. അതായത് പൊസിഷൻ നമ്മളിങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. പൊസിഷൻ പ്രിന്റ് ചെയ്യുക. അതിനുശേഷം ഫ്ലാഗ് ഈക്വൽ ടു 1 ആക്കിയത് ഐറ്റം ഫൗണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഫ്ലാഗ് 1 ആക്കി ബ്രേക്ക് കൊടുത്തു. അതായത് നമ്മൾ ഒരു ഐറ്റം ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ആ ഐറ്റം ഉണ്ടോ നോക്കണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ ബ്രേക്ക് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ 5 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ആണ് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 എന്ന് പറഞ്ഞ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ ഫൗണ്ട് അറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് ആ പൊസിഷൻ പ്രിന്റ് ചെയ്തു, അതോടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് 5 ഒന്നിൽ കൂടുതൽ തവണ അതിലുണ്ടോ എന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഈ ബ്രേക്ക് വേണ്ട, ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇവിടെ ബ്രേക്ക് കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒക്കറൻസിന്റെ പൊസിഷൻ മാത്രമേ പ്രിന്റ് ചെയ്യുള്ളൂ. അപ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ ഡേറ്റ ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ ഫ്ലാഗ് ഈക്വൽ ടു 1 എന്നാക്കി. അപ്പം നേരത്തെ അൽഗോരിതം പറഞ്ഞപ്പോൾ റിട്ടേൺ പൊസിഷൻ എന്നായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഈ സെർച്ച് എന്ന് പറഞ്ഞ പാർട്ട് നിങ്ങൾ ഒരു ഫംഗ്ഷൻ ആയിട്ട് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ റിട്ടേൺ പൊസിഷൻ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഈ ലൂപ്പിനകത്തുനിന്ന് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ചെക്ക് ചെയ്യുക ഫ്ലാഗ് ഈക്വൽ ടു 0 ആണെന്ന്. ഫ്ലാഗ് ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഐറ്റം ഫൈൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഐറ്റം നോട്ട് ഫൗണ്ട് എന്ന് പ്രിന്റ് ചെയ്യാം. ഇത്രയേ ലീനിയർ സെർച്ചിനകത്ത് ചെയ്യാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫംഗ്ഷനായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് റിട്ടേൺ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഒക്കറൻസ് മാത്രമേ പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം മെയിനകത്ത് ഇങ്ങനെ തന്നെ എഴുതുകയെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ഒക്കറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ എല്ലാ ഒക്കറൻസും ഇങ്ങനെ പ്രിന്റ് ചെയ്ത് പോകാം, ബ്രേക്ക് കൊടുക്കാണ്ടിരുന്നാൽ. അത് അറയിൽ ചെയ്ത അതേപോലെ തന്നെ.